എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ് കേരള സംസ്ഥാന വയോജന കമ്മീഷനുമായി ബന്ധപ്പെട്ട ക്ലാസ് ആണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. കേരളത്തിലെ മുതിർന്ന പൗരന്മാരുടെ അവകാശങ്ങളും താല്പര്യങ്ങളും സപ്പോർട്ട് ചെയ്യാനും അതേപോലെ തന്നെ സംരക്ഷിക്കാനും വേണ്ടിയിട്ടുള്ള കമ്മീഷനാണ് കേരള വയോജന കമ്മീഷൻ. ഇന്ത്യയിൽ ആദ്യമായിട്ട് വയോജന കമ്മീഷൻ രൂപീകരിച്ച സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് വയോജന കമ്മീഷൻ രൂപീകരിച്ച സംസ്ഥാനമാണ് കേരളം. ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യം നിങ്ങളുടെ പുസ്തകത്തിൽ ചുവപ്പ് മഷി പേന കൊണ്ട് അടയാളപ്പെടുത്തി വെച്ചോളണം. ഇന്ത്യയിൽ ആദ്യമായിട്ട് വയോജന കമ്മീഷൻ രൂപീകരിച്ച സംസ്ഥാനമാണ് നമ്മുടെ കേരളം. വയോജന കമ്മീഷനുമായി ബന്ധപ്പെട്ട ആക്ട് മുൻകാല പ്രാബല്യത്തോടെ നിലവിൽ വന്ന വർഷം 2024 ഡിസംബർ 21 2024 ഡിസംബർ 21 വയോജന കമ്മീഷനുമായി ബന്ധപ്പെട്ട ആക്ട് മുൻകാല പ്രാബല്യത്തോടെ നിലവിൽ വന്നത്. കേരള സംസ്ഥാന വയോജന കമ്മീഷന്റെ ഓർഡിനൻസ് പുറപ്പെടുവിച്ച കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. അതായത് കേരള സംസ്ഥാന വയോജന കമ്മീഷന്റെ ഓർഡിനൻസ് പുറപ്പെടുവിച്ച കേരളത്തിന്റെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആണ്. എന്നാൽ ഇപ്പോഴത്തെ കേരള ഗവർണർ ആരാണ്? അതെന്ന് പറയുമ്പം രാജേന്ദ്ര അർലേക്കർ ആണ് ഇപ്പോഴത്തെ കേരളത്തിന്റെ ഗവർണർ. രാജേന്ദ്ര അർലേക്കർ ആണ് ഇപ്പോഴത്തെ കേരള ഗവർണർ. പിന്നെ കേരള സംസ്ഥാന വയോജന കമ്മീഷന്റെ ആക്ട് നിയമസഭ പാസാക്കിയത് 2025 മാർച്ച് 19 2025 മാർച്ച് 19 കേരള സംസ്ഥാന വയോജന കമ്മീഷനുമായി ബന്ധപ്പെട്ട ആക്ട് നിയമസഭ പാസാക്കിയത്. എങ്കിൽ നിയമസഭ പാസാക്കിയ ആക്ട് ഉണ്ടല്ലോ, അതിന് ഗവർണറുടെ അംഗീകാരം ലഭിച്ചതെന്നാണ്. അതെന്ന് പറയുമ്പം 2025 ഏപ്രിൽ 24 ഗവർണർ 2025 ഏപ്രിൽ 24 ഇവിടെ ഗവർണർ അംഗീകാരം നൽകി എന്ന് ഞാൻ പറഞ്ഞു. ഏത് ഗവർണറാണ് അംഗീകാരം നൽകിയത്? അതിന്റെ ആൻസർ രാജേന്ദ്ര അർലേക്കർ ആണ് 2025 ഏപ്രിൽ 24 ഈ ഒരു ആക്ടിന് അംഗീകാരം നൽകിയ ഗവർണർ. കേരള സംസ്ഥാന വയോജന കമ്മീഷൻ ഔദ്യോഗികമായി നിലവിൽ വന്നത് 2025 സെപ്റ്റംബർ 3 ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട തീയതി. കേരള സംസ്ഥാന വയോജന കമ്മീഷൻ ഔദ്യോഗികമായി പ്രവർത്തനം തുടങ്ങിയത് 2025 സെപ്റ്റംബർ 3 ഔദ്യോഗികമായി പ്രവർത്തനം തുടങ്ങിയത്. ഇവിടെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കി. എങ്കിൽ കേരള വയോജന കമ്മീഷൻ അതുമായി ബന്ധപ്പെട്ട ബില്ല് നിയമസഭയിൽ അവതരിപ്പിച്ചത് ആരാണ്? അതിന്റെ ആൻസർ ആർ ബിന്ദു ആണ്. ആർ ബിന്ദുവിന്റെ പ്രത്യേകത എന്ന് പറയുമ്പം കേരളത്തിന്റെ ഇപ്പോഴത്തെ സാമൂഹ്യനീതി വകുപ്പിന്റെ മന്ത്രിയാണ് ആർ ബിന്ദു. സാമൂഹ്യനീതി വകുപ്പിന്റെ മന്ത്രിയാണ് ആർ ബിന്ദു. അതുപോലെ തന്നെ ഇവർ കൈകാര്യം ചെയ്യുന്ന മറ്റൊരു വകുപ്പ് എന്ന് പറയുമ്പം ഉന്നത വിദ്യാഭ്യാസം. രണ്ട് കാര്യങ്ങളുണ്ട്: സാമൂഹ്യനീതി വകുപ്പ്, അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസം. ഈ രണ്ട് വകുപ്പുകൾ കേരളത്തിൽ ഇപ്പോൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രി എന്ന് പറയുമ്പോൾ അത് ആർ ബിന്ദു ആണ്. ഇവരുടെ നിയമസഭാ മണ്ഡലം എന്ന് പറയുമ്പം ഇരിങ്ങാലക്കുട. ആർ ബിന്ദുവിന്റെ നിയമസഭാ മണ്ഡലം ഇരിങ്ങാലക്കുട. ഈ ഒരു കാര്യം സ്പെഷ്യലായിട്ട് അഡീഷണൽ ആയിട്ട് നിങ്ങളുടെ പുസ്തകത്തിൽ ഒരു ബോക്സ് വരച്ചിട്ട് എഴുതിക്കൊള്ളാം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന കാര്യം, ആർ ബിന്ദു എന്ന് പറയുമ്പം കേരള സംസ്ഥാന വയോജന കമ്മീഷന്റെ ബില്ല് അവതരിപ്പിച്ചത് ആർ ബിന്ദു ആണ്. പിന്നെ ഈ ഒരു കമ്മീഷൻ, കേരള സംസ്ഥാന വയോജന കമ്മീഷൻ വരുന്നത് സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിലാണ്. ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യം ചുവപ്പ് മഷി പേന കൊണ്ട് തന്നെ അടയാളപ്പെടുത്തി വെച്ചോളണം. സാമൂഹ്യനീതി വകുപ്പ്
കേരള സംസ്ഥാന വയോജന കമ്മീഷൻ വരുന്നത് ഏത് വകുപ്പിന്റെ കീഴിലാണ്? സാമൂഹ്യ നീതി വകുപ്പ്. സാമൂഹ്യ നീതി വകുപ്പിന്റെ കീഴിലാണ് വയോജന കമ്മീഷൻ കേരളത്തിൽ ഉള്ളത്. ഇവിടെ 3 കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പഠിച്ചു വച്ചേക്കണം. വയോജന കമ്മീഷൻ ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ചത് 2025 സെപ്റ്റംബർ 3 എങ്കിൽ ആ ഒരു സമയത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പറയുമ്പം പിണറായി വിജയൻ എങ്കിൽ ഈ സമയത്തെ കേരളത്തിന്റെ ഗവർണർ അതെന്ന് പറയുമ്പം രാജേന്ദ്ര അർലേക്കർ എങ്കിൽ ഈ ഒരു സമയത്തെ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ആർ ബിന്ദു. 3 കാര്യങ്ങൾ നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഈ 3 കാര്യങ്ങൾ കൂടി പഠിച്ചു വെച്ചോളണം. വയോജന കമ്മീഷൻ, കേരള വയോജന കമ്മീഷൻ ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ചപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, കേരളത്തിന്റെ ഗവർണർ രാജേന്ദ്ര അർലേക്കർ. ക്വസ്റ്റ്യൻ പേപ്പറിൽ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ഈ പേര് ഉറപ്പായിട്ടും ഉണ്ടാവും. അതുകൊണ്ട് ഇത് കൊടുക്കരുത്, തെറ്റാണ്. ഇതിന്റെ ശരിയായിട്ടുള്ള ആൻസർ രാജേന്ദ്ര അർലേക്കർ ആണ്. കമ്മീഷൻ ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ചപ്പോൾ കേരളത്തിന്റെ ഗവർണർ രാജേന്ദ്ര അർലേക്കർ ആണ്. പിന്നെ ഈ ഒരു സമയത്ത് കേരളത്തിന്റെ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രിയാണ് ആർ ബിന്ദു. 2025 വയോജന കമ്മീഷന്റെ ആക്ടിലെ അധ്യായങ്ങളുടെ എണ്ണം 5 2025 കേരള സംസ്ഥാന വയോജന കമ്മീഷനിലെ അധ്യായങ്ങളുടെ എണ്ണം 5. ഇതിൽ 1-ാമത്തെ അധ്യായം പ്രാരംഭം അഥവാ പ്രാഥമിക വിവരങ്ങൾ. 2-ാമത്തെ അധ്യായം വയോജന കമ്മീഷന്റെ രൂപീകരണം, കമ്മീഷൻ രൂപീകരണം. 3-ാമത്തെ അധ്യായം കമ്മീഷന്റെ അധികാരങ്ങളും ചുമതലകളും. കമ്മീഷന്റെ അധികാരങ്ങൾ, ചുമതലകൾ ഇതുമായി ബന്ധപ്പെട്ടതാണ് 3-ാമത്തെ അധ്യായം. എങ്കിൽ 4-ാമത്തെ അധ്യായം ധനകാര്യവും കണക്കുകളും, ഓഡിറ്റ്, പിന്നെ വാർഷിക റിപ്പോർട്ട്. 5-ാമത്തത് വിവിധ വിഷയങ്ങൾ. ഇവിടെ ഞാൻ പറഞ്ഞത് കേരള സംസ്ഥാന വയോജന കമ്മീഷന്റെ ആക്ടിലെ ഇതിലെ അധ്യായങ്ങളുടെ എണ്ണം 5. അതിൽ 1 ഉദ്ദേശിക്കുന്നത് പ്രാരംഭം അഥവാ പ്രാഥമിക വിവരങ്ങൾ, 2 കമ്മീഷന്റെ രൂപീകരണം, 3 കമ്മീഷന്റെ അധികാരവും ചുമതലകൾ. അതുമായി ബന്ധപ്പെട്ടതാണ് 3-ാമത്തെ അധ്യായം. 4-ാമത്തെ അധ്യായം ഉദ്ദേശിക്കുന്നത് ധനകാര്യവും കണക്കുകളും, ഓഡിറ്റ്, ധനകാര്യം, കണക്കുകൾ, ഓഡിറ്റ്, പിന്നെ വാർഷിക റിപ്പോർട്ട്. ഇതുമായി ബന്ധപ്പെട്ടതാണ് 4-ാമത്തെ അധ്യായം. 5-ാമത്തത് വിവിധ വിഷയങ്ങൾ. പിന്നെ വയോജന കമ്മീഷന്റെ ആക്ടിലെ സെക്ഷൻ 2D ഉദ്ദേശിക്കുന്നത് എന്ന് പറയുമ്പം 60 വയസ്സോ അതിൽ കൂടുതലുള്ള ആളിനെയാണ് വയോജനമായി കണക്കാക്കുന്നത്. 60 വയസ്സോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഉള്ള ഒരു വ്യക്തിയെ ആണ് വയോജനമായി കണക്കാക്കുന്നത്. കേരള സംസ്ഥാന വയോജന കമ്മീഷന്റെ ആക്ടിലെ സെക്ഷൻ 2D ഉദ്ദേശിക്കുന്നത് എന്ന് പറയുമ്പം 60 വയസ്സോ അതിൽ കൂടുതലോ ഉള്ള ഒരാളിനെയാണ് വയോജനമായി കണക്കാക്കുന്നത്. കേരള സംസ്ഥാന വയോജന കമ്മീഷനിലെ ആകെ അംഗസംഖ്യ 5. ആകെ അംഗസംഖ്യ 5. ഇതിൽ ഒരു ചെയർമാൻ, മറ്റ് 4 അംഗങ്ങൾ. ഇവരിത്രയുമാണ് കേരള സംസ്ഥാന വയോജന കമ്മീഷനിലെ അംഗസംഖ്യ. ഇവിടെ ചെയർമാന് അംഗങ്ങൾ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ചെയർമാനാണ് കെ സോമപ്രസാദ്. മറ്റ് 4 മെമ്പേഴ്സിൽ ഒരാള് EM രാധ. EM രാധ ഇവരുടെ പ്രത്യേകത എന്ന് പറയുമ്പം EMS നമ്പൂതിരിപ്പാടിന്റെ മകളാണ്
EM രാധ. EMS നമ്പൂതിരിപ്പാട് നമുക്കറിയാം, കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് EMS നമ്പൂതിരിപ്പാട്. അദ്ദേഹത്തിന്റെ മകളാണ് EM രാധ. 2 പ്രൊഫസർ ലോപ്പസ് മാത്യു. 3 അമരവിള രാമകൃഷ്ണൻ. 4 KNK നമ്പൂതിരി. ഇവിടെ നമ്മൾ 5 വ്യക്തികളുടെ പേര് പഠിച്ചു വച്ചിരിക്കണം. കെ സോമപ്രസാദ് ചെയർമാൻ, മറ്റ് 4 മെമ്പേഴ്സ് എന്ന് പറയുമ്പം EM രാധ, പ്രൊഫസർ ലോപ്പസ് മാത്യു, അമരവിള രാമകൃഷ്ണൻ, പിന്നെ KNK നമ്പൂതിരി. ഒരു കാര്യം കൂടെ പഠിച്ചു വച്ചിരിക്കണം, അതായത് ഒരു ചെയർമാൻ 4 അംഗങ്ങൾ. ഇവിടെ 4 മെമ്പേഴ്സിൽ ഒരാൾ വനിത ആയിരിക്കണം. വനിത ഉണ്ടായിരിക്കണം എന്നുള്ളത് ഇതിലെ പ്രത്യേകതയാണ്. അതുപോലെ തന്നെ ഒരാൾ SC ST ആയിട്ടുള്ള ഒരാൾ ഇതിനകത്ത് മെമ്പേഴ്സ് ആയിട്ട് ഉണ്ടായിരിക്കണം. പിന്നെ എല്ലാ മെമ്പേഴ്സും വയോജനങ്ങളായിരിക്കണം. ഈ 3 കാര്യങ്ങൾ ഓർമ്മയിൽ സൂക്ഷിച്ചു വെച്ചേക്കണം. ഒരു വനിത ഇതിൽ മെമ്പറായിട്ടുണ്ടാവണം, SC STയിൽ നിന്നുള്ള ഒരാളുണ്ടായിരിക്കണം, പിന്നെ എല്ലാ മെമ്പേഴ്സും വയോജനങ്ങൾ ആയിരിക്കണം. ഞാൻ പറഞ്ഞു 5 വ്യക്തികളുടെ പേര് പറഞ്ഞു. ഇവിടെ ഈ 5 വ്യക്തികളെയും നിയമിക്കുന്നത് കേരള സർക്കാരാണ്. ഇവരുടെ കാലാവധി എന്ന് പറയുമ്പോൾ 3 വർഷമാണ്. 3 വർഷമാണ് കാലാവധി. 3 വർഷമാണ് ഇവരുടെ കാലാവധി. ഇത് നിങ്ങളുടെ പുസ്തകത്തിൽ ചുവപ്പ് മഷി പേന കൊണ്ട് അടയാളപ്പെടുത്തി വെച്ചോളണം. സാധാരണയായിട്ട് നമുക്കറിയാം ഇലക്ഷൻ കമ്മീഷൻ, മനുഷ്യാവകാശ കമ്മീഷൻ, ഇതിൻ്റെയൊക്കെ ചെയർമാൻ്റെ കാലാവധി PSC പരീക്ഷകൾക്ക് സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വയോജന കമ്മീഷൻ്റെ മെമ്പേഴ്സിൻ്റെ കാലാവധി 3 വർഷമാണ്. 3 വർഷം. പിന്നെ വയോജന കമ്മീഷനിൽ ഒരു ഗവൺമെൻറ് സെക്രട്ടറി ഉണ്ടായിരിക്കും. ഗവൺമെൻറ് സെക്രട്ടറി ഉണ്ടായിരിക്കും. അതായത് വയോജന കമ്മീഷന്റെ ഗവൺമെന്റ് സെക്രട്ടറിയായി നിയമിക്കുന്നത് കേരള സർക്കാരിന്റെ അഡീഷണൽ സെക്രട്ടറി റാങ്കിൽ കുറയാത്ത ഒരാളായിരിക്കും. അഡീഷണൽ സെക്രട്ടറി റാങ്കിൽ കുറയാത്ത ഒരാളിനെയാണ് വയോജന കമ്മീഷന്റെ സെക്രട്ടറിയായി നിയമിക്കുന്നത്. അതായത് വയോജന കമ്മീഷന്റെ ഗവൺമെന്റ് സെക്രട്ടറിയായി നിയമിക്കുന്നത് എപ്പോഴും കേരള സർക്കാരിന്റെ അഡീഷണൽ സെക്രട്ടറി റാങ്കിൽ കുറയാത്ത ഒരാളിനെയാണ് നിയമിക്കുന്നത്. കേരള സംസ്ഥാന വയോജന കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരം. TVM തിരുവനന്തപുരമാണ് കേരള സംസ്ഥാന വയോജന കമ്മീഷന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ചെയർമാന്റെയും മറ്റ് അംഗങ്ങളുടെയും കാലാവധി 3 വർഷം എന്ന് ഞാൻ പറഞ്ഞു. എങ്കിൽ ചെയർമാനെയും മറ്റ് അംഗങ്ങളെയും നീക്കം ചെയ്യണമെങ്കിൽ കുറച്ച് കാരണങ്ങൾ ഉണ്ടായിരിക്കണം. അത് ഏതൊക്കെ നമുക്ക് നോക്കാം. നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാരണങ്ങൾ. ഒന്നാമത്തേത്, തൻ്റെ പദവി ദുരുപയോഗം ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ രണ്ടാമത്തത്, കോടതി അദ്ദേഹത്തെ പാപ്പരായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാൻ വേണ്ടി പറ്റും. 3, ഗുരുതരമായ കുറ്റങ്ങൾക്ക് ശിക്ഷിക്കപ്പെട്ടാൽ ഈ ഒരു സ്ഥാനത്ത് നിന്നും നീക്കാൻ വേണ്ടി പറ്റും. 4, മാനസിക സ്ഥിരത ഇല്ല എന്ന് കോടതി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ വയോജന കമ്മീഷന്റെ അംഗമായിരിക്കുന്ന ഒരാളെ നീക്കം ചെയ്യാൻ വേണ്ടി പറ്റും. 5-മത്തേത്, കമ്മീഷന്റെ അനുമതിയില്ലാതെ തുടർച്ചയായി 3 യോഗങ്ങളിൽ പങ്കെടുക്കാതിരുന്നാൽ നീക്കം ചെയ്യാൻ വേണ്ടി സാധിക്കും. അതായത് 3 യോഗങ്ങൾ കമ്മീഷന്റെ അനുമതിയില്ലാതെ തുടർച്ചയായിട്ട് 3 യോഗങ്ങളിൽ പങ്കെടുക്കാതിരുന്നാൽ ഈ ഒരു
സ്ഥാനം വഹിക്കുന്ന വ്യക്തിയെ നീക്കം ചെയ്യാൻ വേണ്ടി സാധിക്കും. വയോജന കമ്മീഷന്റെ ചുമതലകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. വയോജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക. അവകാശങ്ങൾ സംരക്ഷിക്കുക. വയോജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട പരാതികൾ സ്വീകരിക്കുക. പരാതികൾ സ്വീകരിക്കുക. വയോജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട പരാതികൾ സ്വീകരിക്കുക. പിന്നെ വയോജനങ്ങളുമായി ബന്ധപ്പെട്ട് ഉള്ള നിയമങ്ങൾ ശരിയായി നടക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കണം. ശരിയായി നടക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കണം. വയോജനങ്ങളുമായി ബന്ധപ്പെട്ട് പുതിയ നയങ്ങൾ, പദ്ധതികൾ എന്നിവ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സർക്കാരിനോട് ശുപാർശ ചെയ്യുക. പുതിയ നയങ്ങൾ, അതുപോലെ തന്നെ പദ്ധതികളൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സർക്കാരിനോട് ശുപാർശ ചെയ്യുന്നത് വയോജന കമ്മീഷനാണ്. വയോജനങ്ങളുടെ സാമൂഹ്യ, സാമ്പത്തിക, ആരോഗ്യ പ്രശ്നങ്ങളിൽ പഠനം നടത്തുകയും ഗവേഷണം നടത്തുകയും ചെയ്യുക. സാമൂഹിക, സാമ്പത്തിക, ആരോഗ്യ കാര്യങ്ങളിൽ പഠനം നടത്തുകയും ഗവേഷണം നടത്തുകയും ചെയ്യണം എന്നുള്ളത് കമ്മീഷന്റെ ഒരു ചുമതലയാണ്. വയോജനങ്ങൾക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള ആനുകൂല്യങ്ങളെ പറ്റി ബോധവൽക്കരണം നടത്തുക. വയോജനങ്ങൾക്ക് കിട്ടുന്നതായിട്ടുള്ള ആനുകൂല്യങ്ങളെ പറ്റി അവർക്കൊരു ബോധവൽക്കരണം നൽകുക. വൃദ്ധസദനങ്ങളുടെ സൗകര്യങ്ങൾ പരിശോധിക്കുക. സൗകര്യങ്ങൾ പരിശോധിക്കുക. വൃദ്ധസദനങ്ങളുടെ സൗകര്യങ്ങൾ പരിശോധിക്കുക എന്നുള്ളത് ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ ഗുരുതര വിഷയങ്ങളിൽ സ്വമേധയാ കേസെടുക്കുക. ഗുരുതര വിഷയങ്ങൾ. വാർഷിക റിപ്പോർട്ട് സർക്കാരിന് നൽകുക. ഇവിടെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. വയോജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക. വയോജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളുടെ പരാതികൾ സ്വീകരിക്കുക. പിന്നെ വയോജനങ്ങളുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ശരിയായി നടക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കണം. വയോജനങ്ങളുമായി ബന്ധപ്പെട്ട പുതിയ നയങ്ങൾ, പദ്ധതികൾ എന്നിവ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സർക്കാരിനോട് ശുപാർശകൾ ചെയ്യുക. പിന്നെ വയോജനങ്ങളുടെ സാമൂഹ്യ, സാമ്പത്തിക, ആരോഗ്യ കാര്യങ്ങളിൽ ഗവേഷണവും പഠനവും നടത്തുക. വയോജനങ്ങൾക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള ആനുകൂല്യങ്ങളെ പറ്റി അവർക്കൊരു ബോധവൽക്കരണം നൽകുക. വൃദ്ധസദനങ്ങളുടെ സൗകര്യങ്ങൾ പരിശോധിക്കുക. പിന്നെ ഗുരുതരമായ വിഷയങ്ങളിൽ സ്വമേധയാ കേസെടുക്കുക. വാർഷിക റിപ്പോർട്ട് സർക്കാരിന് നൽകുക എന്നിവയൊക്കെയാണ് വയോജന കമ്മീഷന്റെ ചുമതലകൾ ആയിട്ട് ഉള്ളത്. ഇത്രയും കാര്യങ്ങൾ നല്ലപോലെ പഠിച്ചു വെച്ചേക്കണം. ഈ വീഡിയോ മുഴുവൻ കണ്ട് നോട്ട് എഴുതിയെടുത്ത് പഠിച്ചോളണം. അതിനോടൊപ്പം തന്നെ ഈ വീഡിയോയ്ക്കകത്ത് ചുവപ്പ് മഷി പേന കൊണ്ട് അടയാളപ്പെടുത്താൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ പുസ്തകത്തിൽ ചുവപ്പ് മഷി പേന കൊണ്ട് അടയാളപ്പെടുത്തി ക്ലിയർ ചെയ്ത് പഠിച്ചു പോകണം. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്.